ഹായ്, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് വേഗം തന്നെ ക്രീം ഓഫ് മഷ്റൂമിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. നമുക്ക് കാര്യം ചെയ്യാം നവീനെ. ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം ചോപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മഷ്റൂം, ഒനിയൻ, ഗാർലിക് ഇത്ര നമുക്ക് പിന്നെ എനിക്ക് ഇത് കാഷ്യൂസ് ഒന്ന് അരച്ചെടുക്കാണ്ട് വേഗം എടുത്ത് തുടങ്ങിക്കാം. അങ്ങനെ അതെ, യെസ്, അതുപോലെ ചെയ്തു കേട്ടോ. ഒരുപാട് ചെറുതാനും പാടില്ല, ഒരുപാട് വലുതാനും. അതെ അതെ അതെ. നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ആക്കി സെറ്റാക്കി. ഈ കാഷ്യൂ ഇല്ലേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് മേക്കർ ആണല്ലോ അല്ലേ? എന്തിലിട്ട ചിക്കൻ കറിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ടേസ്റ്റാ ചിക്കൻ കറിയില്. ഓയിസ്റ്റർ മഷ്റൂം ആണ് ഇത്, ബട്ടൺ മഷ്റൂം അല്ല. അതെ, ഓയിസ്റ്റർ മഷ്റൂമിനാകുമ്പോൾ കുറച്ചും കൂടി പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള മഷ്റൂം എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ എല്ലാവരും. പക്ഷേ നോർമലി അങ്ങനെ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു സാധനമല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് ഈ മഷ്റൂമിന്. ബട്ടറിലൊക്കെ വെറുതെ ഞാൻ പണ്ട് ചോദിച്ചിട്ട് ഈ മഷ്റൂം ഒക്കെ വല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ മഷ്റൂം കുക്ക് ചെയ്ത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണ്. മഷ്റൂം ഇപ്പോഴും കഴിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞ മഷ്റൂം ഏറ്റവും അടിപൊളി. അതെ, ഇത് എപ്പോഴെങ്കിലും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ കൂടുതലും ഞാൻ ഉൾപ്പെടെ കൂടുതലും കഴിക്കുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. എല്ലാവരുടെയും ഒരു കോമൺ ആണ് സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോനൊക്കെ ഭയങ്കര. പക്ഷെ അവനിപ്പോ ഈ ഇതും ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം. നമുക്കിപ്പോ ഈ ഇത് കിട്ടുമല്ലോ പാക്കറ്റ്സിൽ മഷ്റൂമിന്റെ, അത് ഞങ്ങൾ എപ്പോഴും മഷ്റൂമിന്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതും ബട്ടൺ മഷ്റൂം, പിന്നെ അതുപോലെ ഓയിസ്റ്റർ. ഇതിപ്പോ നമ്മളെടുത്ത ഓയിസ്റ്റർ മഷ്റൂമാണ്. അതങ്ങോട്ട് എടുത്ത് വെച്ച് വന്നപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഞാൻ അടുത്ത സവാള കട്ട് ചെയ്യാൻ പോകും. സവാള വളരെ കുഞ്ഞായിട്ട് അരിയണം. അടുത്ത നമുക്ക് വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി ഇത് നല്ല ഫൈൻ ചോപ്പിംഗ് ആയിരിക്കണേ, ഒട്ടും നമ്മൾ കാണാതെ കുഞ്ഞ് വളരെ പൊടിയായിട്ട്. ഞാനപ്പോൾ ഇതിന്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ മീശ്വര ഞങ്ങളുടെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത കൂടി ഉണ്ട് ചേച്ചി, നമ്മുടെ മിനോൾട്ടയുടെ പാനിലാണ്. അതൊരു ഭംഗിയുള്ള പാത്രമല്ലേ? ഇതൊക്കെ സൂപ്പ് ഉണ്ടാക്കി കുടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. യെസ്, നമ്മുടെ പാത്രം വെച്ചു, മിനോൾട്ടയുടെ പാത്രം വെച്ച് കഴിഞ്ഞു. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഒലിവ് ഓയിലിനെ അങ്ങോട്ട് തട്ടുന്നു. ഓക്കെ, 2 സ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 2 സ്പൂൺ ഒഴിച്ചു. ഓക്കെ, പിന്നെ ബാക്കി നമ്മൾ ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് നമ്മൾ 2 സ്പൂൺ ബട്ടറും ആഡ് ചെയ്യാണ്. ഓക്കെ, ഒലിവ് ഓയിൽ സത്യം പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓയിലാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ എന്നാലും ഹെൽത്തിയാണ്. നമ്മുടെ ഇതെല്ലാം മെൽറ്റായി. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഫൈൻ ചോപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ സവാള അങ്ങോട്ട് തട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ചൂടായ ഒലിവ് ഓയിലും ബട്ടറിലേക്ക് നമ്മൾ സവാള നമ്മൾ ഒഴിച്ചിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മളിതാ മരത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇത് വരുമ്പോഴേക്കും പിന്നെ നമ്മൾ ഇതും കൂടി ഇടണം. ഇതിൽ ഞാനൊരു പൊടിക്ക് സോൾട്ട് ഇട്ട് കൊടുക്കുകയാണ്, കാരണം അപ്പോൾ പെട്ടെന്ന് അതൊക്കെ നമ്മുടെ കുക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു പെട്ടെന്ന് ഇത് വഴണ്ടിയിട്ടിക്കോളും അല്ലേ. അതിട്ടു. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ബട്ടറും ഓയിലിന്റെയും ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഇവിടെ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഏകദേശം നല്ല ഫൈൻ ചോപ്പിംഗ് ആയിട്ടല്ല. ഓക്കെ, അപ്പം നമ്മുടെ വെളുത്തുള്ളി അത്രയും മതി. വെളുത്തുള്ളിയും കൂടി കയറിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും കൂടി കയറുമ്പോൾ ആ മൊത്തത്തിൽ ഒരു സ്മെല്ലുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോഴേക്കും നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, മഷ്റൂം സാധനം സെറ്റായിട്ടിരിക്കണം കേട്ടോ. അതെ, നീ സത്യം പറഞ്ഞ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടോ വീട്ടില് സ്വന്തമായിട്ട്? ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ? നോർമൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ഓംലെറ്റ് ഉണ്ടാക്കും, അതൊക്കെ വീട്ടിൽ മനു ഇത് എടുത്തോടാ, എടുത്തോ. അതും വീട്ടിൽ മനുവിന്റെയും സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യ ഘട്ടത്തിൽ ഉണ്ടാക്കാൻ അതൊക്കെ ഉണ്ടാക്കും അല്ലേ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കും.
അതൊക്കെ എളുപ്പമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുക, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൺവർഗ്ഗങ്ങളുടെ വീട്ടിൽ. പക്ഷെ ചിലവർ ഭയങ്കര കുക്കിംഗ് ഇതുള്ളവരുണ്ട് ചില ആണുങ്ങൾ. അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ തൂക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ പെപ്പർ പൗഡർ ജസ്റ്റ് ഒന്ന് അതിൽ കിടന്നൊന്ന് പെപ്പർ ഒന്ന്. ബീന ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ? എനിക്ക് എല്ലാം ഒരുപോലെ, ഞാൻ രണ്ടും ഒരേപോലെ ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ്. ഞങ്ങളുടെ വീട്ടിൽ മസ്റ്റ് എന്ന് വെച്ചാൽ നോൺ വെജ് മാത്രം പോരാ, മനുവിന് മെഴുക്ക് പുരട്ടി ഡെയിലി വേണം, ഇല്ലെങ്കിൽ കഴിക്കില്ല. ഇനി എത്ര ഞാൻ പറയൂ ഇന്നും ഒരു ദിവസം മെഴുക്ക് പുരട്ടി ഇല്ലെങ്കിൽ പറ്റൂല. എനിക്ക് എന്തെങ്കിലും കൂടെ എല്ലാം വേണം, മിക്സ്ഡ് ആണ്. വെജിറ്റബിൾ മസ്റ്റ് ആണ് വീട്ടിൽ. ഞങ്ങൾ അങ്ങനെ ചേച്ചിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും രണ്ടും ഒരേപോലെയാണ്. ചിക്കനും നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും എല്ലാം ഇഷ്ടമാണ്, എല്ലാം ഒരുപോലെ കുക്ക് ചെയ്യും. കാരണം വീട്ടിൽ ചെറുപ്പം മുതലേ അങ്ങനെ അല്ല, മനു കല്യാണം കഴിച്ചതിന് ശേഷമേ അതൊരു മസ്റ്റ്, രണ്ടും ഒരേപോലെ ശരീരത്തിന് വേണം. ഇപ്പൊ നോൺ വെജ് എന്നും പറഞ്ഞു ചിലവരുണ്ടല്ലോ മട്ടണും ബീഫും ഇതൊക്കെ ചിക്കനും കഴിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ പരിപാടി നടക്കില്ല. ഒരിക്കലും ഞാൻ പറയണ ഒരു കാര്യം, നമ്മൾ ഒരുപാട് നോൺ വെജ് കഴിക്കാതെ ഏതെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ മതി, ഹാപ്പിയാണ്. മീൻ കഴിക്കണം മീൻ കഴിക്കുക, ഫിഷ് മട്ടൺ കഴിക്കുക മട്ടൺ മാത്രം കഴിക്കുക, ചിക്കൻ കഴിക്കുക ചിക്കൻ മാത്രം കഴിക്കുക, എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എന്തോ പോലെ വല്ലാത്തൊരവസ്ഥയാണ്. അതെ, അതിൻ്റെ കൂടെ വെജിറ്റേറിയനും മസ്റ്റായിട്ട് വെജ് സാധനങ്ങളും കൂടി കുട്ടികളെയാണ് ചെറുപ്പത്തിൽ. ഞാൻ കണ്ണനെയൊക്കെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു. എൻ്റെ കസിൻസിന്റെ പല കുട്ടികളും കഴിക്കില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യണം. യെസ്, അപ്പം നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ കിടന്നൊന്ന് കുക്ക് ചെയ്യട്ടെ കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്നൊന്ന് ശരിക്കും നന്നായിട്ട് കുക്ക് ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിക്കോട്ടെ. ഇല്ല, തൈമാണ് കേട്ടോ, കുറച്ചൊരു ഫ്ലേവറിന് ഇട്ടിട്ടുണ്ടേ. ഓക്കെ, കാഷ്യൂ പേസ്റ്റ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ആ തിക്ക് ഗ്രേവി ആവാൻ വേണ്ടി നമ്മുടെ ക്രീമി ഇതൊരു ടെക്സ്ചർ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പം അതുകൊണ്ട് ആ കാഷ്യൂ പേസ്റ്റ് ഇതൊരു തീ വെള്ളം ആയതുകൊണ്ടേ, വെള്ളം ഇപ്പോൾ നമ്മൾ ഒഴിച്ചുകൊണ്ടേ ഇപ്പം തന്നെ കുറച്ച് കളർ എൻ്റെ മാറി വന്നില്ലേ. ഇനി ഇപ്പം നമ്മുടെ ക്രീമും കൂടി ഒഴിച്ച് വരുമ്പോഴേക്കും സെറ്റ് ആവും, നല്ല ആ ഒരു ടെക്സ്ചറിലേക്ക് വരും. ഞാൻ നമ്മുടെ ക്രീമും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ടേ. ഇത് കുക്കിംഗ് ക്രീം. എത്ര സ്പൂൺ? അതൊരു 3-4 സ്പൂൺ. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയാമല്ലോ ആയിട്ട്. അത് കണ്ടത് ഇങ്ങനെ ഒരു ഇതിലല്ലേ നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടില്ലേ. ഇപ്പോഴാണ് സൂപ്പിന്റെ ആ ഒരു ഫോർമേഷനിലോട്ട് സെറ്റ് ആയി വരുന്നത്. ഈ കുക്ക് ചെയ്തിരിക്കുന്ന സാധനം തന്നെ കുറച്ച് അരച്ച് ചേർക്കണം. ഓക്കെ, ഇത് പേസ്റ്റ് ആക്കി അതും കൂടി അതിന്റെ ഒരു ക്രീമി ആ ഒരു ടെക്സ്ചർ കിട്ടിയില്ലേ. ഇപ്പോഴാണ് ആ സൂപ്പിൻ്റെതായിട്ടുള്ള ആ കറക്റ്റ് ഫോർമേഷനിലായത്. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കത് സെർവ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവിയ നമ്മുടെ സൂപ്പ് റെഡി. അപ്പം നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തു. അതെ, ഒരു ഇത്തിരി കൂടി വെള്ളം ആഡ് ചെയ്തു. കാരണം ആക്ച്വലി എന്താണ് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ചിലപ്പോഴേ കട്ടിയാവാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലേ. പിന്നെ ഒരു കാര്യം, സൂപ്പ് നമ്മൾ വേറെ കാര്യം ഇരിക്കുകയേ ചെയ്യരുത്. സൂപ്പ് നമ്മൾ വരുന്ന, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ തന്നെ കഴിച്ചു. ചൂടാറിക്കഴിഞ്ഞാൽ സൂപ്പിന്റെ ടേസ്റ്റ് കിട്ടില്ല. ഓ ഭാഗ്യം, സമയമായി വരുന്നേ ഉള്ളൂ. അതിനൊരു ഫ്ലേവർ കിട്ടാനായിരിക്കും അല്ലേ? അതെ, ആ ഒരു പെപ്പർ ഇങ്ങനെ കുറച്ചൊന്ന് ഇത് ചെയ്ത് നല്ല രസമുണ്ടാവും. ഇനി നമ്മൾ കുറച്ച് തൈം ഹെർബ്സ് ആഡ് ചെയ്യാനാണ്. അതും കൂടെ ഒന്ന് ഒരു ചെറിയൊരു ഫ്ലേവർ ഒന്ന് കറക്റ്റ് ആവാനാണ്. അതെ, ഇത് റസ്ക് ആണ്, ബട്ടർ റസ്ക് ആണ്. അപ്പോൾ നവീൻ, ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഹെൽത്തിയായി ഏറ്റവും ടേസ്റ്റിയായി, ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും, ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് റെഡിയാക്കി കഴിഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം ഒരാളും കൂടി ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ എല്ലാത്തിനും ഇതും ചെയ്ത് ഞങ്ങളുടെ ഒരു കോംബോ അങ്ങോട്ട് ചെയ്തപ്പോൾ അതങ്ങനെ സെറ്റായി. കൊള്ളായിരുന്നു. ഇനിയിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറയുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അറിയില്ല. ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ സ്നേഹവും കൂടി ഇട്ടങ്ങോട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ പ്രസന്റേഷൻ ഒക്കെ കണ്ട് നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. ഞാൻ എഴുതി പായസം എന്ന് വെച്ചാൽ സൂപ്പ് ബൗളോടെ അവിടെ തന്നെ തകർന്നു. ഇതിപ്പോ ലസാനിയ പോലെ നമ്മൾ സൂപ്പ് ബൗൾ മസ്റ്റ് സൂപ്പ് ബൗളല്ലേ സെർവ് ചെയ്യണ്ട അല്ലേ? നിങ്ങളെന്ത് പറഞ്ഞു യോജിക്കുന്നു? സൂപ്പ് ബൗളല്ലേ സെർവ് ചെയ്യണം. ഞാൻ ആക്ച്വലി ചേച്ചി ബിന ചേച്ചിയുടെ സൂപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഒന്ന് ശകലം എക്സ്ട്രാ പ്രതീക്ഷിച്ചു. കാരണം ഭയങ്കര കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ സൂപ്പ് ബൗളിൽ തന്നെ വരുമെന്നാണ് വിചാരിച്ചത് അല്ലേ? ആ പ്രസന്റേഷൻ ഒരു ഭയങ്കര ഫാക്ടർ അല്ലേ? അത് ശരിയാ അല്ലേ? അപ്പം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്ത് പൊടി ഇട്ടേക്കുന്നത്? ഞങ്ങൾക്ക് യാതൊരു അവകാശവാദങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് സിമ്പിൾ ഹമ്പിൾ എന്ന് പറഞ്ഞു. അത് പെപ്പറാണ്. ഇതിലും പെപ്പർ ഇട്ടു. പെപ്പർ ഇപ്പോഴും, പക്ഷെ അത് ഇപ്പോഴും മനസ്സിലായത് പെപ്പർ ഇടാൻ പാടില്ല എന്ന്. ആ മഷ്റൂമിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഓ താങ്ക് യു. അല്ല ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിസ്റ്റർ മഷ്റൂമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ബട്ടൺ മഷ്റൂമാണ് യൂസ് ചെയ്യുന്നത്. ഓയിസ്റ്റർ മഷ്റൂമിന് കുറച്ചും കൂടി നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഉള്ള. 70 പ്രാവശ്യം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാണിത്. നവീനെ ഇതിനകത്ത് ഒരേ ഒരു കാര്യം എന്താ, ഈ ഫുഡിന്റെ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ സെയിങ് ഉണ്ട്, ഇത് ആര് വെച്ചാലും ഇത് വിളമ്പുന്നതിലാണ് ഇതിന്റെ മാജിക് ഇരിക്കുന്നത്. ഇപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ട് വെച്ചിട്ട് കുടിച്ചു ഇത് തിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. അപ്പം അതേപോലെ നിങ്ങളത് ആ പ്രസന്റേഷൻ ആ സൂപ്പ് ബൗളിൽ തന്നെ ചെയ്യണമായിരുന്നല്ലേ? അതൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അതാണ് നിങ്ങൾക്ക് ആകെ ഉണ്ടായിട്ടുള്ളത്. അതെ ഉറപ്പായിട്ടും ടേസ്റ്റ് എനിക്ക് താങ്ക് യു സോ മച്ച്. ഓക്കെ. എല്ലാ സൂപ്പും